പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒക്കെ മറന്നു പോകും. ഒന്നുകിൽ നമ്പർ ഇടാൻ മറന്നു പോകും, അല്ലെങ്കിൽ എഴുതാൻ മറന്നു പോകും. എന്താ പേടി, കൈയും കാലും വിറച്ചു തുടങ്ങും പേപ്പർ കിട്ടുമ്പോൾ. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? അതായത് അമ്മമാരുടെ പ്രോത്സാഹനമാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത്. എപ്പോഴും അമ്മമാരും മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പോഴും കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചാലും പേടിയാണ്. അപ്പം അങ്ങനെ പോകുന്നവർക്ക് റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കുറേ പേർക്ക് ചെയ്യുന്നുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്യാന്ന് പറയും. ആ കുട്ടികളുടെ നമുക്കിപ്പം 7 ചക്രങ്ങളാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ. 1-ാം ക്ലാസ് തുടങ്ങി, 1-ാം ക്ലാസ്സല്ലേ നീ ബി ആണോ പഠിക്കണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. LKG, അതായത് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ തന്നെ അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കണം. അതിത് ശ്രമിക്കാനുള്ള കാരണം ഇത് ബുദ്ധി ബോധം ഈ കുഞ്ഞിനുണ്ട്. അപ്പം നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥകൾ പോസിറ്റീവ് മോട്ടിവേഷനായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ കുഞ്ഞ് കേട്ട് കേട്ട് മനസ്സിലാക്കുന്നു കാര്യങ്ങൾ. നമസ്കാരം. ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷാ പേടിയെ പറ്റിയാണ്. എല്ലാം കാണാതെ പഠിച്ചിട്ട് പോകും കുട്ടികൾ, പാവം. ഇപ്പോൾ SSLC ഇപ്പോൾ പരീക്ഷയുടെ സമയമാണല്ലോ, എല്ലാ പരീക്ഷകളും വരുന്ന സമയമാണ് ഇപ്പോൾ. പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിട്ട് പോകും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒക്കെ മറന്നു പോകും. ഒന്നുകിൽ നമ്പർ ഇടാൻ മറന്നു പോകും, അല്ലെങ്കിൽ എഴുതാൻ മറന്നു പോകും. എന്താ പേടി, കൈയും കാലും വിറച്ചു തുടങ്ങും പേപ്പർ കിട്ടുമ്പോൾ. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താ, ഞാൻ എന്താണെന്ന് വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് പഠിക്കും. രാത്രി നേരത്തെ കിടക്കും. രാത്രി ഒരു 9 മണിയാകുമ്പോഴേക്കും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ആ ഒരു നല്ല സുഗന്ധമായ കാറ്റമാണ്. ആ കാറ്റ് കുടജാദ്രി എന്ന് പറയുന്ന കാറ്റെന്നാണ് പറയണത്. എന്തായാലും നല്ല സുഖമാണ് ആ സമയത്ത് ഇരുന്നാണ് പഠിക്കുക. അത് മറക്കുകയില്ല. പിന്നെ പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ ആ പുസ്തകത്തെ തൊട്ട് വന്നിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടണേ ഭഗവാൻ. ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കാം, സരസ്വതി ദേവി, ആരെ വേണേൽ പ്രാർത്ഥിക്കാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പുസ്തകം തുറന്ന് പഠിക്കും. പഠിത്തം കഴിഞ്ഞ ശേഷം ആ പുസ്തകത്തോട്ട് ബഹുമാനത്തോടെ വയ്ക്കുക, അവിടെ വലിച്ചെറിയരുത്. പുസ്തകത്തെ ഒരു ദൈവീകമായിട്ട് കണക്കാക്കി ദൈവികമായിട്ട് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അങ്ങനെ അവിടെ ചെന്ന് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ യഥാസമയത്ത് കാര്യങ്ങൾ തോന്നും. അതൊരു എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് പേടിക്ക് പോകുമ്പോൾ മിക്കവർക്കും അത് പേടിയാണ്. കാരണം ഇത്ര മാർക്ക് കിട്ടും, വീട്ടുകാരുടെ സമ്മർദ്ദം വേറെ, ആ കുട്ടിയേക്കാളും കൂടുതൽ മേടിക്കണം, മാർക്ക് കിട്ടണം, ഈ കുട്ടിയേക്കാളും മാർക്ക് കിട്ടണം, അങ്ങനത്തെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞങ്ങളുടെ കാലത്തൊന്നും കോമ്പറ്റീഷനൊന്നുമില്ല, നമ്മൾ പഠിക്കുമ്പോൾ പാസ്സാവണം അത്ര തന്നെ. ട്യൂഷനൊന്നും പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷനാണ്. കാരണം അധികം മാർക്കുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ പ്രഷറാണ്. മാതാവിൻ്റെ പ്രഷർ, അമ്മയുടെ ടീച്ചേഴ്സിൻ്റെ പ്രഷർ, അച്ഛൻ്റെ പ്രഷർ, മൊത്തം പ്രഷറാകുമ്പോൾ കുട്ടിക്ക് ആകെ പ്രഷറാണ്. പരീക്ഷ സമയത്ത് കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക, റിവിഷൻ ചെയ്യുക. അന്നന്ന് പഠിച്ച കാര്യങ്ങൾ ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും ഒന്നും കൂടി വായിച്ച് റിവൈസ് ചെയ്യുക. മാസത്തിലൊരിക്കൽ ഒരു ടെസ്റ്റ് ഇടുക, വീട്ടുകാർ തന്നെ ടെസ്റ്റ് ഇടുക. സ്കൂൾ ടെസ്റ്റ് ഇട്ടോട്ടെ, കൂടാതെ നമ്മുടെ വീട്ടുകാർ, അമ്മമാരിതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം, പഠിക്കുന്ന കാര്യത്തെപ്പറ്റി. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്കും ആ കുട്ടിയോടൊപ്പം പഠിക്കാൻ പറ്റും, ഉയരാൻ സാധിക്കും. നമ്മൾ എത്ര പഠിച്ചോന്നല്ല, ആ കുട്ടി എന്താണോ പഠിക്കുന്നത് ആ പുസ്തകങ്ങൾ അമ്മയും മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും കുട്ടിക്ക് പേടിയാണെങ്കിൽ, ചില കുട്ടികൾക്ക് എപ്പോഴും പേടിയാണ്, പ്രഷർ കൊടുക്കാതിരിക്കുക. ഞാൻ പ്രത്യേകം പറഞ്ഞു, പ്രഷർ കൊടുക്കുക. ടീച്ചേഴ്സായാലും കുട്ടികളായാലും റിവിഷൻ കഴിഞ്ഞാൽ, പരീക്ഷ മോഡൽ കഴിഞ്ഞാൽ പിന്നെ പ്രഷർ കൊടുക്കരുത്. പഠിയിടാന്ന് പറയരുത്. അത് പഠിക്കണം. അത് പഠിക്കേണ്ട ഒരു രീതികളുണ്ട്, ആ രീതി പഠിക്കുക. ഫുൾ ടൈം പഠിച്ചിട്ട് കാര്യമില്ല. രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിട്ട് പഠിച്ച് രാവിലെ എത്തുമ്പോൾ ഉറക്കം വരും, സ്കൂളിൽ ചെല്ലുമ്പോൾ ഉറങ്ങും. പരീക്ഷയുടെ തലേദിവസം കുട്ടികൾക്ക് റിലാക്സേഷൻ കൊടുക്കുക. എൻ്റെ അമ്മാവൻ വലിയ പണ്ഡിതൊക്കെ ആയിരുന്നു. ഞങ്ങളെ നീന്തിച്ച സിനിമയ്ക്ക് കൊണ്ടുപോകും തലേദിവസം. എന്തിനാ? മനസ്സ് റിലാക്സ് ആവാൻ വേണ്ടി. സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയും. ഇപ്പോൾ നമ്മുടെ ടി വിയിലൊക്കെ സിനിമയുണ്ട്, അന്നൊന്നും ടി വി ഇല്ലാത്ത കാലങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സെപ്പോഴും റിലാക്സ് ആവും. ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ കുട്ടിയുടെ മനസ്സ് റിലാക്സ് ആവണം. നീ ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് മാർക്ക് കിട്ടും ഉറപ്പായിട്ടും എന്ന് അമ്മ പറയുമ്പോൾ ആ വാക്കുകൾ മനസ്സിൽ തട്ടും കുട്ടികൾക്ക്. അപ്പം നമ്മൾ പറയുന്നത്, നീ എല്ലാത്തിനും മിടുക്കനാവും കേട്ടോ, നീ മിടുക്കനാണ്. അതായത് അമ്മമാരുടെ പ്രോത്സാഹനമാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത്. എപ്പോഴും അമ്മമാരും മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പോഴും കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചാലും പേടിയാണ്. അപ്പം അങ്ങനെ പോകുന്നവർക്ക് റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കുറേ പേർക്ക് ചെയ്യുന്നുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്യാന്ന് പറയും. ആ കുട്ടികളുടെ നമുക്കിപ്പം 7 ചക്രങ്ങളാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുദ്ധിചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം, ഇങ്ങനെയുള്ള ചക്രങ്ങളുണ്ട്.
ഈ ചക്രയെ പറ്റി കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പറയായിരിക്കും, കുട്ടികൾക്ക് അറിയണമെന്നില്ല. നമ്മളോട് കുട്ടി പരീക്ഷയ്ക്ക് പോകണം, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ റേക്കി ഹീലിംഗ് ഞാൻ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് നിശബ്ദമായിരിക്കണം, ഫോൺ വിളിയൊന്നും വരാൻ പാടില്ല. ആ സമയത്തിരുന്ന് ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും, ഈ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാൻ പറയും. ഈ ഫോട്ടോ നോക്കിയിട്ട് ഈ കുട്ടിയുടെ ഓരോ ചക്രത്തിലും നമ്മൾ ഹീൽ ചെയ്യും. ചക്രത്തിൽ ഹീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെ ബ്ലോക്ക് എന്ന്. ആ ബ്ലോക്കിലെടുത്ത് കൂടുതൽ ടൈം ഹീൽ ചെയ്ത് ആ എക്സാമുള്ള ദിവസങ്ങളിലൊക്കെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടി ഓക്കെ ആവും പരീക്ഷയ്ക്ക് പോകാൻ. അതെൻ്റെ അനുഭവമാണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഹീലിംഗ് ഒക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഹീലിംഗ് പഠിത്തം കഴിഞ്ഞ ശേഷമാണല്ലോ പഠിച്ചത്, പക്ഷേ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് ഈ റേക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് ടെൻഷനാണ്, ഒരു പ്രാവശ്യം അബോർഷനാക്കി ഇനി അടുത്ത പ്രാവശ്യം പോകുമെന്ന് പേടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കും. ആ കുഞ്ഞിനെ നമ്മൾ ഹീൽ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. അത് 10 മാസം നമ്മൾ ചെയ്യും. അങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് പ്രസവിച്ച എത്രയോ പേരുണ്ടെന്നറിയാമോ. അപ്പോൾ ഈ റേക്കി ഇപ്പോൾ നമ്മൾ വിഷയം മാറുകയല്ല, റേക്കി എന്ന സമ്പ്രദായത്തിൽ കൂടി നമ്മൾ ഇതിനെയൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ പരീക്ഷാ പേടി മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷാ പേടി കാരണം മാതാപിതാക്കൾ പ്രഷർ കൊടുക്കാതിരിക്കുക ഒന്ന്. രണ്ടാമത് അന്നുള്ള ക്ലാസ്സുകൾ അന്നന്ന് പഠിച്ച് മനസ്സിലാക്കി വീക്കിലി ആഴ്ചയിലൊരിക്കൽ റിവൈസ് ചെയ്യുക. അല്ലാതെ പരീക്ഷ സമയത്ത് ഓടി നടന്ന് അയ്യോ എന്നുകൊണ്ട് കാര്യമില്ല. അത് ആ ഘട്ടമായി ഇതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുള്ളത് തന്നെയാണ്. ടീച്ചേഴ്സിനെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ടീച്ചേഴ്സ് പഠിപ്പിക്കും, പക്ഷെ ബാക്കി കാര്യങ്ങൾ നമ്മളാണ് വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഏറ്റവും വലിയ ഗുരുവാണ് അമ്മ. അമ്മ പറയുന്ന മനസ്സിലമാണ് കുട്ടികൾക്കുള്ളത്. അപ്പം അമ്മമാരെപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം ക്ലാസ് തുടങ്ങി, 1-ാം ക്ലാസ്സല്ലേ നീ ബി ആണോ പഠിക്കണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. LKG, അതായത് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ തന്നെ അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കണം. അതിത് ശ്രമിക്കാനുള്ള കാരണം ഇത് ബുദ്ധി ബോധം ഈ കുഞ്ഞിനുണ്ട്. അപ്പം നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥകൾ പോസിറ്റീവ് മോട്ടിവേഷനായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ കുഞ്ഞ് കേട്ട് മനസ്സിലാക്കുന്നു കാര്യങ്ങൾ. അങ്ങനെ ആ കുട്ടി ഒന്ന് പഠിച്ചു, LKG ആയി, പ്രീ ക്ലാസ്സായി, LKG ആയി, UKG ആയി. ഓരോ ക്ലാസ്സിലും നമ്മൾ വഴക്ക് പറയാതെയും സ്നേഹത്തോടെയും നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പഠിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. പഠിക്കാൻ ആർക്ക് താല്പര്യമൊന്നും ഇഷ്ടമൊന്നും കുതിർന്ന് പഠിക്കണ്ടേ, പക്ഷെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ജാതകത്തിൽ നമ്മൾ നോക്കണം. 10-ാം ക്ലാസ് വരെയുള്ള വിഷയമൊന്നും ഉണ്ടാവില്ല. 10-ാം ക്ലാസ് കഴിയുമ്പോഴാണ് കുട്ടികളുടെ ജാതകത്തിൻ്റെ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്തവ്യമഖിലം വിത്തം. ആ സ്ഥലത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് അതായത് ദേവന്മാരെ പ്രാർത്ഥിക്കുക. പിന്നെ ദശാകാലങ്ങളുണ്ടാവും ഓരോരുത്തർക്കും. ആ ദശാകാല ചിത്രങ്ങളിൽ മോശം സമയമാണെങ്കിൽ അതിനുള്ള വഴിപാടുകളും കാര്യം ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ ടെൻഷൻ അടിക്കേണ്ട, നിൻ്റെ കാര്യം നന്നായിക്കോളും. എപ്പോഴും പോസിറ്റീവായി ചെയ്യുക. എന്ത് കാര്യങ്ങൾ നല്ലത് ചെയ്താലും കുട്ടികൾക്ക് പ്രമോഷനായിട്ട് പറയുക, മാർക്ക് കിട്ടിയാൽ പ്രമോഷനായി പറയുക, ഡീൽ പറയുക. എപ്പോഴും നന്നായിട്ടുണ്ട്. കൊച്ചു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൈകൊട്ടു. എന്തിനാണ് കൈകൊട്ടുന്നത്? അവൻ നടന്നു പോകാൻ സന്തോഷം ഉണ്ടാവും, സക്സസ്. വീഴുമ്പോൾ നമ്മൾ കരയരുത്, കുട്ടി വീണും പഠിക്കണത് എന്ന് പറഞ്ഞ മാതിരി ഒരു കുട്ടീൻ്റെ ഏറ്റവും വലിയ ഗുരു മാതാവാണ്. അച്ഛനും പങ്കുണ്ട്. അച്ഛന് ജോലിക്ക് പോകണം, അമ്മയ്ക്ക് ജോലിക്ക് പോകണം, സമ്മതിച്ചു. എങ്ങനെയായാലും 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. എങ്കിലാണ് ആ കുട്ടി നമ്മൾക്ക് ഭാവി വാഗ്ദാനമായിട്ട് വരികയുള്ളൂ. ഈ കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്, അതൊന്നും കൊള്ളില്ല. ഓൺലൈൻ ഭക്ഷണം വരുത്തുക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പ്രാവശ്യം വരുത്തി കൊടുത്ത് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, ഇന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്നാക്സ് വാങ്ങിച്ച് എണ്ണയിൽ വറുത്തുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം എണ്ണയിൽ വറുത്ത് കോരിയതായിരിക്കും. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം അവർ വേണമെന്ന് പറയില്ല. അങ്ങനെ നമ്മൾ കുട്ടികൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്. പണം എത്രയുണ്ടായാലും പണത്തിൻ്റെ അതിൻ്റെ വില മനസ്സിലാക്കി വേണം കുട്ടികളെ വളർത്താൻ. എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുക. ഓർഡർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ, അതൊന്നും അത്ര നല്ലതല്ല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, ഇപ്പോൾ മടിയുണ്ടാവും, എന്നാലും പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴും ഒരിക്കലും കഴിച്ചു കൊടുത്താൽ നല്ല നല്ല സ്ഥലങ്ങളിൽ നിന്നും നല്ല റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഈ പഴയത് സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലത്തു നിന്നും വേണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം തട്ടുകട നല്ലതാണ് കേട്ടോ. തട്ടുകടയിലൊന്നും അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്ന പരിപാടിയില്ല. അപ്പം അങ്ങനെ നമ്മൾ മക്കളെ നല്ല രീതിയിൽ അവരുടെ അത്യാഗ്രഹങ്ങൾ മാറ്റി, അവരുടെ ആഗ്രഹങ്ങൾ ചെറിയ ആഗ്രഹം സാധിച്ച് അവരെ ഒരു നല്ല കുട്ടികളാക്കി വളർത്താൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ നല്ലൊരു ഭാവിയുള്ള കുട്ടികൾ പടുത്തുയർത്തപ്പെടട്ടെ. നന്ദി.